Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ വീഡിയോ കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാംസിനും ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും പിന്നെ കേരള PSCയുടെ എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് വന്നിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ പെയിന്റ്, വാർണിഷേഴ്സ്, ഡിസ്റ്റംബേഴ്സിനെ പറ്റിയുള്ള കണ്ടിന്യൂഷനാണ്. അടുത്തത് വന്നിട്ട് സിറാമിക്സിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, കുറച്ചുകൂടെ ഉള്ളൂ സിറാമിക്സ്, അപ്പോൾ അത് കൂടെ തീർത്തേക്കാം. ഓക്കെ, പെയിൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് പെയിന്റ്, വാർണിഷിംഗ്, ഡ്രയേഴ്സ്, ഡിസ്റ്റംബർ. സിറാമിക്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലേസിങ്ങും റിഫ്രാക്ടറീസും. ടൈപ്സ് ഓഫ് പെയിന്റ്: aluminum paint, non-corrosive paint, asbestos paint, bituminous paint, cellulose paint, cement paint, emulsion paint, enamel paint, graphite paint, luminous paint, inodorous paint, plastic paint, silicate paint, synthetic paint, colloidal paint. ഈ പെയിൻസ് ഒക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സ്ലൈഡോട്ട് ഈ പെയിൻസിനെ കുറിച്ചുള്ള കുറച്ച് ഡിസ്ക്രിപ്ഷൻ കാണാം. ആദ്യം വരുന്ന പെയിന്റ് ആണ് അലുമിനിയം പെയിന്റ്. അലുമിനിയം പെയിന്റ് വന്നിട്ട് ഡാർക്ക്നെസ്സിൻ്റെ സമയത്ത് നല്ല വിസിബിൾ ആയിരിക്കും. ഓക്കെ, രാത്രി സമയത്ത് നമുക്ക് നല്ല തെളിഞ്ഞ് കാണാൻ പറ്റും. പിന്നെ വന്നിട്ട് ഈ ഒരു പെയിൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ വന്നിട്ട് നല്ല എളുപ്പമായിരിക്കും. ഇത് വുഡൻ സർഫസിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഓയിൽ ടാങ്ക്സ്, ഗ്യാസ് ടാങ്ക്സ്, ഹോട്ട് വാട്ടർ പൈപ്പ്സ് ഒക്കെ വന്നിട്ട് പെയിൻറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ അലുമിനിയം പെയിൻറ്റ് യൂസ് ചെയ്യും. ഇത് നല്ലൊരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ നോൺ കൊറോസീവ് പെയിൻറ്റ്. നോൺ കൊറോസീവ് പെയിൻറ്റ് വന്നിട്ട് കൊറോഷൻ വന്നിട്ട് തടയാൻ വേണ്ടിയിട്ടാണ് നോൺ കൊറോസീവ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് ഇൻ കളർ ആയിരിക്കും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഓയിൽ, ഡ്രയർ, ഫൈൻ സാൻഡ്, പിഗ്മെൻ്റ് ആണ്. പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് വന്ന് ആൻറ്റി കൊറോസീവ് പെയിൻറ്റ് അല്ലെങ്കിൽ നോൺ കൊറോസീവ് പെയിൻ്റ് ആണ്. പക്ഷേ ഇത് ബ്രൗൺ കളറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ നെറ്റിൽ ഒരുപാട് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു പിക്ചറാണ് നല്ലൊരു പിക്ചറായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തത്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ആസ്ബസ്റ്റോസ് പെയിൻറ്റ്. ആസ്ബസ്റ്റോസ് പെയിൻറ്റ് വന്നിട്ട് നമ്മുടെ ആസിഡിക് ഗ്യാസസും പിന്നെ സ്റ്റീമിൻ്റെയൊക്കെ കോൺടാക്റ്റിൻ്റെ സർഫസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പെയിൻറ്റാണ് ആസ്ബസ്റ്റോസ് പെയിൻറ്റ്. ഇങ്ങനെയാണ് ആസ്ബസ്റ്റോസ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. പണ്ടൊക്കെ വന്നിട്ട് ആസ്ബസ്റ്റോസ് പെയിൻറ്റ്, ആസ്ബസ്റ്റോസ് ഷീറ്റ് ഇതെല്ലാം വന്നിട്ട് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യും. പക്ഷേ ഇപ്പോൾ വന്നിട്ട് ആസ്ബസ്റ്റോസ് യൂസ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ബസ്റ്റോസിൽ ഒരു തരം ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് വന്നിട്ട് നമുക്ക് ലങ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അടുത്തത് വരുന്നതാണ് ബിറ്റുമിനസ് പെയിൻറ്റ്. ബിറ്റുമിനസ് പെയിൻറ്റ് വന്നിട്ട് അയൺ സർഫസസ് ഒക്കെ വന്നിട്ട് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിറ്റുമിനസ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. അത് സാധാരണ ബ്ലാക്ക് ഇൻ കളറായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ബിറ്റുമിനസ് പെയിൻറ്റ് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് വരുന്നതാണ് സെല്ലുലോസ് പെയിൻറ്റ്. സെല്ലുലോസ് പെയിൻറ്റ് വന്നിട്ട് ഹൈ ടെമ്പറേച്ചറുടെ ഏരിയസിലൊക്കെ വന്നിട്ട് സെല്ലുലോസ് പെയിൻറ്റ് യൂസ് ചെയ്യും. ഓക്കെ, സെല്ലുലോസ് പെയിൻറ്റ് വന്നിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആണ്. പിന്നെ നൈട്രോ കോട്ടൺ ആണ് ഈ പെയിൻറ്റിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് സിമെൻറ്റ് പെയിൻറ്റ്. നമ്മുടെ പ്ലാസ്റ്റേർഡ് സർഫസൊക്കെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെൻറ്റ് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇമൽഷൻ പെയിൻറ്റ്. രണ്ട് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്സ് വന്നിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പെയിൻറ്റിന് പറയുന്നതാണ് ഇമൽഷൻ പെയിൻറ്റ്. അതിന് എക്സാമ്പിളാണ് വന്നിട്ട് ബിറ്റുമിനസ് ഇമൽഷൻ. അടുത്തത് വരുന്നതാണ് ഇനാമൽ പെയിൻറ്റ്. ഇത് വന്നിട്ട് ഹൈ ക്വാണ്ടിറ്റി വാഷബിൾ പെയിൻ്റ് ആണ്. ഇത് നല്ല കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ അസിഡിക്കും ആൽക്കലി റീജിയൻസിലൊക്കെ വന്നിട്ട് ഈ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇനാമൽ പെയിൻറ്റിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ബർജർ ഈസി പെയിൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കത്തില്ലേ, ആ ഒരു പെയിൻറ്റിൽ വന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പം ഇതിലെന്തെങ്കിലുമൊക്കെ കറയോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഗ്രാഫൈറ്റ് പെയിൻറ്റ്. ഗ്രാഫൈറ്റ് പെയിൻറ്റ് വന്നിട്ട് അമോണിയ, ക്ലോറിൻ, സൾഫർ എല്ലാം ഉള്ള ഏരിയസിലാണ് വന്നിട്ട് ഗ്രാഫൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലാക്ക് കളറായിരിക്കും. അടുത്തത് വന്നിട്ട് ലൂമിനസ് പെയിൻറ്റ്. ലൂമിനസ് പെയിൻറ്റ് വന്നിട്ട് നമ്മുടെ റോഡ് സർഫസിലൊക്കെ വന്നിട്ട് ലൂമിനസ് പെയിൻറ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യുന്നത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റിൻ്റെ സമയത്ത് വന്നിട്ട് വണ്ടികളൊക്കെ പോകുന്ന സമയത്ത് ഈ റോഡ് സർഫസിൽ നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ലൂമിനസ് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വാർണിഷിംഗ്. വാർണിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ ഓഫ് സബ്സ്റ്റൻസ് ആണ്. അത് വന്നിട്ട് റെസിൻ അല്ലെങ്കിൽ റെസീനിയസ് സബ്സ്റ്റൻസ് ആയിരിക്കും.
അത് പ്രിപ്പയർ ചെയ്യുന്നത് വന്നിട്ട് ആൽക്കഹോൾ, ഓയിൽ അല്ലെങ്കിൽ ടർപ്പൻറ്റൈൻ വെച്ചിട്ടാണ്. വാർണിഷിലുള്ള ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഒന്ന് വന്നിട്ട് റെസിൻ അല്ലെങ്കിൽ റെസീനിയസ് സബ്സ്റ്റൻസസ്, രണ്ടാമത്തത് വന്നിട്ട് ഡ്രൈയേഴ്സ്, മൂന്നാമത് വന്നിട്ട് നമ്മൾ നോക്കി സോൾവെൻറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് എന്താണ് റെസിൻ അല്ലെങ്കിൽ റെസീനിയസ് സബ്സ്റ്റൻസ് നമുക്ക് നോക്കാം. ഈ റെസിൻ അല്ലെങ്കിൽ റെസീനിയസ് സബ്സ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ തിക്ക് സ്റ്റിക്കി ഫ്ലൂയിഡ് ആണ് വന്നിട്ട് റെസിൻ അല്ലെങ്കിൽ റെസീനിയസ് സബ്സ്റ്റൻസസ്. അത് സാധാരണ ട്രീസിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഓക്കെ, പിന്നെ ഈ റെസീനിയസ് സബ്സ്റ്റൻസസ് വന്നിട്ട് കോപ്പർ ലാക്ക് ഷെല്ലാക്കിൽ നിന്നാണ് വന്നിട്ട് ഇത് എടുക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് വന്നിട്ട് ഡ്രൈയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈയിങ് പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രൈയേഴ്സ് യൂസ് ചെയ്യുന്നത്. സാധാരണ യൂസ് ചെയ്യുന്ന ഡ്രൈയേഴ്സ് വന്നിട്ട് ലിത്താർച്ച്, വൈറ്റ് കോപ്പർ, ലെഡ് അസിറ്റേറ്റ്. അടുത്തത് വരുന്നതാണ് സോൾവെൻറ്റ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയല്ലോ. സോൾവെൻറ്റ് എന്ന് പറഞ്ഞാലും തിന്നർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഈ സോൾവെൻറ്റ് വന്നിട്ട് നമ്മുടെ ഭിത്തിയിലോ അല്ലെങ്കിൽ വുഡിലോ അടിക്കുന്ന സമയത്ത് തിന്നായിട്ട് വരും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് സോൾവെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റ്സ് വന്നിട്ട് ലിൻസീഡ് ഓയിൽ, ബോയിൽഡ് ലിൻസീഡ് ഓയിൽ, മെത്തിലേറ്റഡ് സ്പിരിറ്റ് ഓഫ് വാർണിഷ്, ടർപ്പൻറ്റൈൻ ആൻഡ് വുഡ് നാഫ്ത. ഓക്കെ, അടുത്ത് വരുന്ന ടൈപ്സ് ഓഫ് വാർണിഷസ്. വന്നിട്ട് നമ്മുടെ സോൾവെൻറ്റ് ഉണ്ടല്ലോ, ഓരോ ടൈപ്പ് സോൾവെൻറ്റ്സ്, മെത്തലേറ്റഡ് സ്പിരിറ്റ് ഓഫ് വാർണിഷ്, പിന്നെ വന്നിട്ട് ലിത്താർജ്, ഇതിൻ്റെയൊക്കെ ഓരോ വെറൈറ്റീസിൽ വെച്ചിട്ട് ഓരോ ടൈപ്പ് വാർണിഷസ് ഉണ്ട്. ഫസ്റ്റ് വരുന്നതാണ് ഓയിൽ വാർണിഷ്. ഈ ഓയിൽ വാർണിഷ് വന്നിട്ട് ലിൻസീഡ് ഓയിലാണ് സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓയിൽ വാർണിഷ് വന്നിട്ട് സ്ലോ ആയിട്ടായിരിക്കും ഡ്രൈ ചെയ്യുന്നത്, പക്ഷേ ഇത് നല്ല ഹാർഡും ഡ്യൂറബിളും ആയിരിക്കും, ഒരുപാട് നാൾ നിൽക്കും. ഇത് സാധാരണ റൂംസിലും പിന്നെ വന്നിട്ട് ഹൗസ് ഫിറ്റിങ്സിലുമാണ് ഓയിൽ വാർണിഷ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നതാണ് ടർപ്പൻറ്റൈൻ വാർണിഷ്. ടർപ്പൻറ്റൈൻ ആണ് ഇതിൽ സോൾവെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ഇത് പെട്ടെന്ന് ഡ്രൈയും ചെയ്യും. ഇത് വന്നിട്ട് ഒരു ലൈറ്റ് കളറായിരിക്കും ഉള്ളത്. ഓക്കെ, ടർപ്പൻറ്റൈൻ ആയതുകൊണ്ട് തന്നെ. പിന്നെ അടുത്തത് വരുന്നതാണ് സ്പിരിറ്റ് വാർണിഷ് വന്നിട്ട് മെറ്റലൈറ്റഡ് സ്പിരിറ്റ് ഓഫ് വാർണിഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് സാധാരണ ഫർണിച്ചറിനും പിന്നെ വന്നിട്ട് ഫ്രഞ്ച് പോളിഷിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുന്നത് വാട്ടർ വാർണിഷ് വന്നിട്ട് എല്ലാത്തിലും ഉപരി വാട്ടർ ആയിരിക്കും വന്നിട്ട് വാർണിഷായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് മാപ്സ്, പിക്ചേഴ്സ് ഒക്കെ വന്നിട്ട് വാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വാട്ടർ വാർണിഷ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് വരുന്നതാണ് ഡ്രൈയേഴ്സ്. ഈ ഡ്രൈയിങ് പ്രോസസ്സ് ഉണ്ടല്ലോ, പെയിന്റ് അടിക്കാൻ പെട്ടെന്ന് ഡ്രൈ ആവണ്ടേ, ഈ ഒരു ഡ്രൈയിങ് പ്രോസസ്സ് പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രൈയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് സാധാരണ സോളബിൾ ഡ്രൈയേഴ്സ് അല്ലെങ്കിൽ പേസ്റ്റ് ഡ്രൈയേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ലിത്താർജ് ആണ് സാധാരണ ഡ്രൈയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ കോമൺലി യൂസ്ഡ് ഡ്രൈയർ വന്നിട്ട് ലിത്താർജ് ആണ്. അടുത്തത് വരുന്നതാണ് ഡിസ്റ്റംബർ. ഈ ഡിസ്റ്റംബർ വന്നിട്ട് പ്ലാസ്റ്റേർഡ് സർഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഡിസ്റ്റംബർ വന്നിട്ട് സ്മൂത്ത്നെസ് വേണ്ടിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇത് സോൾവെന്റ് വന്നിട്ട് വാട്ടർ ആയിരിക്കും, സോൾവെന്റ് അല്ലെങ്കിൽ തിന്നർ വന്നിട്ട് വാട്ടർ ആയിരിക്കും. ബേസ് വന്നിട്ട് ചോക്ക് അല്ലെങ്കിൽ വൈറ്റ്നസ് ആണ്. ഓക്കെ, ഇതോടെ പെയിന്റിന്റെ ക്ലാസ് കഴിയാണ്. അടുത്തത് വന്നിട്ട് വരുന്നത് സെറാമിക്സിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അത് നമുക്ക് ഇപ്പോൾ തന്നെ ഫിനിഷ് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സെറാമിക്സ് ആണ് അടുത്തത് എടുക്കുന്നത്. ഗ്ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈലിനൊക്കെ ഒരു ചെറിയൊരു പ്രൊട്ടക്റ്റീവ് കോട്ടിങ് കൊടുക്കുന്നതിന് പറയുന്നതാണ് ഗ്ലേസിംഗ്. അതൊരു 0.1 to 0.2 mm ആയിരിക്കും. ഓക്കെ, പിന്നെ വന്നിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് അതിൻ്റെ സർഫസിൽ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അത് ഫ്യൂസ് ചെയ്യും. ഓക്കെ, ടൈലുമായിട്ട് ഫ്യൂസ് ചെയ്യും. എങ്ങനെ ഫ്യൂസ് ചെയ്യിപ്പിക്കും? ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യും. ഓക്കെ, പിന്നെ എന്തിനാണ് ഗ്ലേസിംഗ് ചെയ്യുന്നത്? ഗ്ലേസിംഗ് വന്നിട്ട് നമ്മുടെ ടൈലിൻ്റെ അപ്പിയറൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലേസിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ടൈല് വന്നിട്ട്
ഡ്യൂറബിൾ ഇംപെർവിയസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലേസിങ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു ഡെക്കറേറ്റീവ് എഫക്റ്റ്, കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഒരു ഡെക്കറേറ്റീവ് എഫക്റ്റ് കൊടുക്കുന്നത് ഗ്ലേസിങ് വഴിയാണ്. പിന്നെ വന്നിട്ട് ഇത് അറ്റ്മോസ്ഫിയറിക് ഏജൻസ് ലൈക്ക് പൊടി അങ്ങനത്തെ ഉള്ള കാര്യത്തിൽ നിന്ന് ഇതിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലേസിങ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിക് ഏജൻസ് വന്നിട്ട് ഇതിൽ വന്നിട്ട് പെടുമ്പം നമുക്ക് തുടച്ചാൽ തന്നെ മീൻസ് നനഞ്ഞ തുണി കൊണ്ട് തുടച്ചാൽ ഇത് പോകും. ഓക്കെ, പിന്നെ വന്നിട്ട് സ്മൂത്ത് സർഫസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലേസിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലേസിങ് വന്നിട്ട് 2 ടൈപ്സ് ഉണ്ട്, ട്രാൻസ്പെറൻറ്റ് ഗ്ലേസിങ്ങും ഒപ്പേക്ക് ഗ്ലേസിങ്ങും. ട്രാൻസ്പെറൻറ്റ് ഗ്ലേസിങ്ങിനും 2 ടൈപ്പ് ഉണ്ട്, സോൾട്ട് ഗ്ലേസിങ്ങും ലെഡ് ഗ്ലേസിങ്ങും. ഫസ്റ്റ് വന്നിട്ട് നമുക്ക് സോൾട്ട് ഗ്ലേസിംഗ് ആണ്. സോൾട്ട് ഗ്ലേസിങ്ങിൽ സാധാരണ യൂസ് ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ്, മീൻസ് സാധാരണ നമ്മുടെ കോമൺ സോൾട്ടാണ് വന്നിട്ട് യൂസ് ചെയ്യുന്നത്. ബർണിങ് സമയത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വന്നിട്ട് ബർണിങ്ങും ഗ്ലേസിങ്ങും വന്നിട്ട് ഒരേ ടൈമിലായിരിക്കും നടക്കുന്നത്. പിന്നെ സോൾട്ട് വന്നിട്ട് വേപ്പറൈസ് ആയിട്ട് കുറച്ച് സോൾട്ട് വന്നിട്ട് ആ സ്റ്റോൺ വെയറിലോ ഗ്ലാസ്സിലോ വന്നിട്ട് സ്റ്റിക്കായിരിക്കും. ഓക്കെ, ഇത് വന്നിട്ട് സാധാരണ സാനിറ്ററി പൈപ്സ് പിന്നെ കെമിക്കൽ സ്റ്റോൺ വേസ്റ്റിലൊക്കെയാണ് സോൾട്ട് ഗ്ലേസിങ് യൂസ് ചെയ്യുന്നത്. അടുത്തത് വരുന്നതാണ് ലെഡ് ഗ്ലേസിങ്. ഈ ലെഡ് ഗ്ലേസിംഗ് വന്നിട്ട് സൊല്യൂഷൻ ഓഫ് ലെഡ് ഓക്സൈഡും ടിന്നിൻ്റെ ആയിരിക്കും ഉള്ളത്. അതിൽ വന്നിട്ട് നമ്മുടെ ബേൺ ചെയ്ത ആർട്ടിക്കിൾസ് മുക്കി വെക്കും. ഓക്കെ, പിന്നെ ഇത് സാധാരണ ടെറാക്കോട്ട, ഫൈൻ ക്ലേ അല്ലെങ്കിൽ എർത്തൺ വേസ്റ്റിലൊക്കെ ആയിരിക്കും ലെഡ് ഗ്ലേസ് യൂസ് ചെയ്യുന്നത്. ഗ്ലേസിങ് വന്നിട്ട് ബേണിങ് കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അടുത്ത് വന്നിട്ട് ഒപ്പേക്ക് ഗ്ലേസിങ്. ഒപ്പേക്ക് ഗ്ലേസിങ് വന്നിട്ട് പൗഡേർഡ് ക്ലേയും വാട്ടറിൻ്റെയും ഒരു ചെറിയൊരു സൊല്യൂഷനാണ്. ഈ ആർട്ടിക്കിൾ ബേൺ ചെയ്ത ഉടനെ ഈ സൊല്യൂഷനകത്ത് ഡിപ്പ് ചെയ്ത് വെക്കും. ഡിപ്പ് എന്ന് പറഞ്ഞാൽ മുക്കി വെക്കും. ഓക്കെ, സാനിറ്ററി ആർട്ടിക്കിൾസ് ഒക്കെ ഗ്ലേസ് ചെയ്യുന്നത് ഒപ്പേക്ക് ഗ്ലേസിങ്ങിൻ്റെ മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് വരുന്നതാണ് റിഫ്രാക്ടറീസ്. റിഫ്രാക്ടറീസ് വന്നിട്ട് ഹൈ ടെമ്പറേച്ചറൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിഫ്രാക്ടറി യൂസ് ചെയ്യുന്നത്. റിഫ്രാക്ടറിയിൽ വന്നിട്ട് കെമിക്കൽ പ്രോപ്പർട്ടീസ് പ്രകാരം ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അസിഡിക് റിഫ്രാക്ടറീസ്, ന്യൂട്രൽ റിഫ്രാക്ടറീസ്, ബേസിക് റിഫ്രാക്ടറീസ്. അസിഡിക് റിഫ്രാക്ടറീസ് വന്നിട്ട് ഫയർ ക്ലേ, ക്വാർട്സൈറ്റ്, സിലിക്ക. ന്യൂട്രൽ റിഫ്രാക്ടറീസ് വന്നിട്ട് ബോക്സൈറ്റ്, ക്രോമൈറ്റ്, ഫോർസൈറ്റ്. ബേസിക് റിഫ്രാക്ടറീസ് വന്നിട്ട് ഡോളോമൈറ്റ്, മഗ്നീഷ്യ. ഓക്കെ, പിന്നെ സിറാമിക്സ് വന്നിട്ട് ഒരു റിഫ്രാക്ടറി മെറ്റീരിയലാണ്. അതിൽ വന്നിട്ട് ക്ലേയും മെറ്റലും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഉള്ളതാണ്. ഓക്കെ, അത് വന്നിട്ട് ഹൈ ടെമ്പറേച്ചറൊക്കെ റെസിസ്റ്റ് ചെയ്യാനും ഷോക്കും റെസിസ്റ്റ് ചെയ്യാനും സിറാമിക്സ് സഹായിക്കും. ഓക്കെ, ഇതോടെ വന്നിട്ട് നമ്മുടെ സിറാമിക്സും പിന്നെ വന്നിട്ട് പെയിന്റ് കഴിയുകയാണ്. അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുന്ന ഫെറസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ് ആണ്. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്ക് ഞാൻ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളിത് നോട്ട്സ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. Thank you and all the best for your exams.